ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡെയ്സി ഫ്ലവർ എങ്ങനെയാണ് ക്രോഷേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 യാൺ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അക്രിലിക് യാണാണ്. ഒന്ന് യെല്ലോ കളറും റോസ് കളറുമാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് എല്ലാം കൂടി തയ്ച്ച് വെക്കാനായിട്ട് നീഡിൽ വേണം. ഞാൻ എടുത്തിരിക്കുന്നത് 3 mm ക്രോഷേ ഹുക്കാണ്. ഒരു സിസറും കൂടി വേണം കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെയ്സി ഫ്ലവർ ക്രോഷേ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ യെല്ലോ കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മാജിക് സർക്കിൾ ഇടണം. അതിനുവേണ്ടി യാണിൻ്റെ എൻഡ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വിരൽ രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുക. എടുത്തിട്ട് ഹുക്കും ആദ്യത്തെ ഇതിലേക്ക് ഇടുക, എന്നിട്ട് അതിങ്ങനെ വലിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് ഈ കിടക്കുന്ന യാണിലേക്കൊന്ന് ഇറക്കുക. ഓക്കെ, അപ്പം നമുക്ക് ദാ ഇങ്ങനെ ഒരു റിങ് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് ഒരു 3 ചെയിൻ ഇടാം. 1 2 3 ചെയിനിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് കൂട്ടുന്നത്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ 2 ഡബിൾ ക്രോഷേ ആയി. അങ്ങനെ ഈ മാജിക് സർക്കിളിനകത്ത് മുഴുവനും 14 ഡബിൾ ക്രോഷേസ് നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ 2 എണ്ണമായി. ഇനിയിപ്പം നമുക്ക് 12 എണ്ണം കൂടി ചെയ്യണം. അതായത് ആദ്യം ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക, മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒന്നുകൂടി ഇങ്ങനെ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിനകത്ത് 1 2 3 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ടൊന്ന് ആദ്യം 2 എണ്ണത്തിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 എണ്ണത്തിൽ കൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുക. അതാണ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഇനിയും ബാക്കി മൊത്തം ഈ മാജിക് സർക്കിളിനകത്ത് മുഴുവനും 14 ഡബിൾ ക്രോഷേസ് ചെയ്യണം. ചെയിൻ 3 കൂട്ടി 14 ഡബിൾ ക്രോഷേസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ് അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഇതിൽ പിടിച്ചിട്ട് വലിച്ചാൽ മതി. നന്നായിട്ടങ്ങ് വലിക്കാം. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആയി കിട്ടും. അതിനുശേഷം ആദ്യം ഇട്ട 3 ചെയിനില്ലേ, ആ 1 2 3 ഈ 3ാമത്തെ ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ആ 3ാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യരുത്. ഇനി നമ്മൾ അടുത്ത കളർ യാൺ വെച്ചിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഏതാണോ യാൺ എടുക്കുന്നത് ആ യാൺ എടുക്കുക. അതിനുശേഷം തയ്ച്ച് വെക്കാൻ കുറച്ച് വിട്ടിട്ട് ഇതിനുള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇങ്ങനെ ഇറക്കിയാൽ മതി. ഈ യാൺ, അതായത് ആദ്യം ചെയ്ത ഈ കളർ യാൺ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇത് നമ്മുടെ ഡെയ്സി ഫ്ലവറിൻ്റെ ആദ്യത്തെ പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 7 ചെയിൻ ഇടണം. 1 2 3 4 5 6 7 നമ്മളിപ്പം 7 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇട്ട 7 ചെയിനില്ലേ, ആ 7 ചെയിനിൽ കൂടിയാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം 2ാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതായത് ഹുക്കിൽ നിന്നും ആദ്യത്തെ അല്ല 2ാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതാണ് 2ാമത്തെ ചെയിൻ. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ടൊന്ന് യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിലേക്ക്, അവിടുന്ന് തന്നെ അടുത്ത ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ വരും. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. 3 ലൂപ്പിനുള്ളിൽ കൂടി ഇറക്കുക. ഇനി അടുത്ത 2 ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് യാൺ ഓവർ ചെയ്തു, ഇൻസേർട്ട് ചെയ്തു ഇങ്ങനെ. അതിനുശേഷം ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി ഇറക്കി. അതിനുശേഷം വീണ്ടും 2 ലൂപ്പിൽ കൂടി ഇറക്കി. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത ചെയിനിൽ കൂടെ ചെയ്യുക. ഇൻസേർട്ട് ചെയ്തു, എടുത്തു. ഓക്കെ, 2 ലൂപ്പിൽ ഇറക്കി, വീണ്ടും 2 ലൂപ്പിൽ. അപ്പോൾ 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ലാസ്റ്റ് 2 ചെയിൻ കൂടെ ഉള്ളത്. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. അതായത് 3 ചെയിനിൽ കൂടി ഇറക്കുക, 3 ലൂപ്പിൽ കൂടി ഇറക്കുക. ഇനി അടുത്തത് ഒരു ചെയിൻ കൂടി ഉണ്ട്. ആ ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യും. അപ്പം നമ്മളിവിടെ സിംഗിൾ ക്രോഷേ വരെ ചെയ്തു. ഇനി ചെയ്യേണ്ടത് തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പെറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ സെയിം തന്നെയാണ് എല്ലായിടത്തും ചെയ്യേണ്ടത്, ഈ എല്ലാ സ്റ്റിച്ചിലും ചെയ്യേണ്ടത്. അതായത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പം നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിലേക്ക് തന്നെ നമ്മൾ 7 ചെയിൻ ഇടുക. 1 2 3 4 5 6 7 ചെയിൻ ഇടുക. എന്നിട്ട് ഇപ്പം റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഹുക്കിൽ നിന്ന് 2ാമത്തേത് അതിലേക്ക് സിംഗിൾ ക്രോഷേ, 2ാമത്തേത് ഹാഫ് ഡബിൾ ക്രോഷേ, 3ാമത്തേത് 4ാമത്തേത് ഡബിൾ ക്രോഷേ, ഓക്കെ, അടുത്ത 5ാമത്തെ ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ,
മൂന്നിലും കൂടി ഇറക്കുക. അടുത്ത 7ാമത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷേ. നമ്മൾ 2ാമത്തെ തൊട്ടല്ലേ തുടങ്ങിയത്. എന്നിട്ട് ഇതിനകത്ത് ബാക്കിയുള്ള ഇതിനകത്തെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നമുക്കിവിടെ 2 പെറ്റൽ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റത്തെ സ്റ്റിച്ച് വരെ അതായത് നമ്മൾ ആദ്യത്തെ പെറ്റലിന് തൊട്ട് മുമ്പലത്തെ സ്റ്റിച്ച് വരെ ഉള്ളത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ചെയ്ത ആ ഒരു ഇത് കണ്ടില്ലേ, അതിൻ്റെ താഴത്തെ സ്റ്റിച്ച് കണ്ടോ, അതിനുള്ളിലേക്ക് വേണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനുള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ചെയിൻ 1 കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യുക. ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ ഉള്ളതെല്ലാം നീഡിൽ വെച്ചിട്ട് തയ്ച്ച് വെക്കാം. ഇപ്പം ഞാൻ എല്ലാം തയ്ച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം തയ്ച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ റെഡിയാവും. ഇതേപോലത്തെ ഞാൻ വേറെ ഇതും ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ചെറിയ ഫ്ലവർ വേണമെങ്കിൽ ഹുക്ക് സൈസും യാണിൻ്റെ സൈസും ചെറുതാക്കിയാൽ മതി. വലുത് വേണമെങ്കിൽ വലിയ യാണും വലിയ ഹുക്കും യൂസ് ചെയ്യാം. ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് വരാം. ബൈ.